Hello, welcome back to my channel. അപ്പോൾ എല്ലാ മാസവും ആമസോണിൽ നിന്ന് കിച്ചണക്കും വീട്ടിലേക്കൊക്കെ വാങ്ങിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വാങ്ങുന്ന ഒരു ശീലം എനിക്കുണ്ട് കേട്ടോ. ഇപ്പോൾ ആമസോൺ ബസാർ ലോഞ്ച് ചെയ്ത ശേഷം ഞാൻ എല്ലാ മാസവും ഇങ്ങനെ കാട്ടിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ മാസവും 10 പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആമസോണിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെപ്റ്റംബർ 23 തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആമസോൺ ബസാറിലും നല്ല ഓഫറുകളും ക്യാഷ് ബാക്കൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഫാഷൻ, കിച്ചൺ, ഹോം, ഇലക്ട്രോണിക് അക്സസറീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ബാക്കും ഓഫേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡറിന് ഫ്ലാറ്റ് 50% ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ പ്രോഡക്റ്റിനും ഫ്രീ ഡെലിവറി ആണ്. ഈ ഒരു അവസരം നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്. ഈ സമയത്ത് 79 രൂപ മുതൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 80% ഓഫറിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്ന് കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രൈസും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു 6 വരുന്ന ഫ്രിഡ്ജിലൊക്കെ നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണിത്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ കാട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇത് കണ്ടോ, ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നമുക്കിത് ഈസി ആയിട്ട് സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൻ്റെ ഡോറിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിന് മാത്രമല്ല കേട്ടോ ഇത് യൂസ് ചെയ്യാം. നമുക്ക് കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ വെച്ചിട്ട് സ്പാച്ചുലാസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ചെറിയ ചെറിയ ഫ്രൂട്ട്സ്, നാരങ്ങ തുടങ്ങി വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ ബസാറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ബാക്കി അടുത്തതായിട്ട് എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ ബോക്സ് ആണ്. ഇത് നമുക്ക് മൾട്ടി പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. 5 ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണ്. ഇതിൽ നമുക്ക് നട്ട്സ് ഒക്കെ ഇട്ട് വെക്കാം. അതല്ലെങ്കിൽ ചെറിയ ചെറിയ നമുക്ക് കൊറിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് 5 വീതം ഒറ്റ ബോക്സ് തന്നെ ഇട്ട് വെക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ മസാല ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വേറൊരു ഐറ്റം ആണ് കേട്ടോ ഇത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ മസാലപ്പൊടികളും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നട്ട്സൊക്കെ ഇതിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ഇത് കാണാൻ തന്നെ നല്ല കളർഫുൾ ആണ് കേട്ടോ. ഇതുപോലത്തെ 4 വന്നിട്ടുള്ള ഒരു ബോക്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അത് അത്ര നല്ല മെറ്റീരിയൽ അല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല മെറ്റീരിയലാണ്, നല്ല പ്ലാസ്റ്റിക് നോക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാനൊരു പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ നട്ട്സൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മക്കൾക്കൊക്കെ എളുപ്പത്തിൽ കിട്ടുന്നിടത്ത് വെക്കാനൊക്കെ പറ്റും. അടുത്ത പ്രോഡക്റ്റ് കണ്ടു നോക്കാം. ഇത് ഞാൻ കുറേ ആയിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചൊരു പ്രോഡക്റ്റാണ്. എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഞാൻ നല്ലൊരു ചമ്മന്തി ലവറാണ്. ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ചമ്മന്തിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വറ്റൽമുളകും ചെറുള്ളിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതൊരു ഗ്രില്ലാണ്. നമുക്ക് എണ്ണയില്ലാതെ തന്നെ വെജിറ്റബിൾസ്, ചപ്പാത്തി, പപ്പടം, അതുപോലെ ചമ്മന്തി അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വറ്റൽമുളക്, ചെറിയുള്ളി ഇതെല്ലാം ചുട്ടെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ കിച്ചണിലും ഇതൊരെണ്ണം ആവശ്യമായിരിക്കും. അപ്പോൾ വേണ്ടവർ ഇതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിക്കോളൂ കേട്ടോ. അടുത്തത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഈ ഒരു കണ്ടെയ്നറാണ് കേട്ടോ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലീക്കൊന്നും ആവാത്ത നല്ലൊരു കണ്ടെയ്നറാണിത്. ഇത് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് മക്കൾക്ക് സ്നാക്സ് ഒക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഞാനിത് മോൾക്ക് സ്നാക്സ് കൊടുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ പഴം വാട്ടിയതോ അതിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ചൂടുള്ള ഐറ്റംസൊക്കെ സ്നാക്സിന് കൊടുത്തു വിടുന്ന സമയത്ത് ചൂടോടുകൂടെ തന്നെ കൊടുത്തു വിടുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല. മൈക്രോവേവിൽ വരെ സേഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത്. ഇനി കുഞ്ഞു മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആയിട്ടും യൂസ് ചെയ്യുക. അത്യാവശ്യം ചോറൊക്കെ ചോറൊക്കെ വെക്കാനുള്ള സ്പേസ് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സ്നാക്സ് ബോക്സ് ആയിട്ടാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂളിലേക്ക് മാത്രമല്ല, നമ്മൾ പുറത്തോ അതല്ലെങ്കിൽ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും കുറിക്കാനുള്ള ഐറ്റംസൊക്കെ കയ്യിൽ വെക്കണമെങ്കിലും ഈ ഒരു ബോക്സ് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല എയർ ടൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് കണ്ടു നോക്കാം. ഇതെല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പ്രോഡക്റ്റ് തന്നെയായിരിക്കും. എൻ്റെ കയ്യിലുള്ളതിൻ്റെ പിടി പൊട്ടിപ്പോയതുകൊണ്ട് ഞാൻ പുതിയൊരെണ്ണം ഓർഡർ ചെയ്തതാണ് കേട്ടോ. അതായത് നമ്മൾ ചായക്ക് വെള്ളം വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, ചായപാത്രമാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബോട്ടം സൈഡ് കോപ്പറാണ് വരുന്നത്. നല്ല കട്ടിയും കനമുള്ള നല്ലൊരു സ്റ്റീലിൻ്റെ കോപ്പറും കൂടെ കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ വരുന്ന ചായപാത്രമാണ് കേട്ടോ. നമുക്ക് ചായ ഉണ്ടാക്കാൻ മാത്രമല്ല, ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാൻ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല കട്ടിങ് കനുണ്ട്, പെട്ടെന്നൊന്നും കേട് വരില്ല. അപ്പോൾ അടിപൊളിയാണ് ഈ ഒരു പ്രോഡക്റ്റും. അപ്പോൾ ഞാനിത് ചായക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള ചായപാത്രത്തിൻ്റെ ഈ ഒരു പിടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയും പ്രോഡക്റ്റാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഇനി 5 പ്രോഡക്റ്റും കൂടെ കാണിക്കാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളും ആമസോൺ ബസാറിൽ നിന്ന് നിങ്ങളുടെ കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസൊക്കെ തിരഞ്ഞെടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ. നല്ല ഓഫറിൽ ഇപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്